ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് മെയിൻ്റനൻസ് വർക്കാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലാണ് കസ്റ്റമർ പറഞ്ഞത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി പോയതല്ല, ഒരു ഫാന് വൈൻഡിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ കസ്റ്റമർ രാവിലെ പോയതാണ്, വൈകുന്നേരം കറണ്ട് വന്നപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബോർഡ് എന്തെങ്കിലും അടിച്ചു പോയിട്ടുണ്ടാവുമെന്ന് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന സമയത്ത് സ്റ്റെബിലൈസറിൻ്റെ പ്രശ്നമാണ്. സ്റ്റെബിലൈസറിൻ്റെ പ്രശ്നമല്ല, ഈ കാണുന്ന സോക്കറ്റിലേക്ക് വന്ന മൾട്ടി പിന്നിൻ്റെ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പിന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇന്ത്യയിൽ ബാൻ ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഗൾഫ് രാജ്യത്ത് നിന്ന് കൊടുന്ന ഒരു ഫ്രിഡ്ജാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലൈസർ നമ്മളൊക്കെ ഇന്ത്യൻ മേഡും, അപ്പോൾ അതിൽ കുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഒരു ഇത് വെച്ചു, എന്താ വെച്ച് കഴിഞ്ഞാൽ 3 പിൻ ടോപ്പ് വാങ്ങിക്കൊടുന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഫ്രിഡ്ജ് കറക്റ്റായി വർക്ക് ചെയ്തു. കസ്റ്റമർ എന്തായാലും ഹാപ്പി ആയിട്ടോ, കാരണം കംപ്ലൈൻറ്റ് അടിച്ചു പോയി എന്ന് വിചാരിച്ചു, കാരണം വോൾട്ടേജ് കൂടിയിട്ട് അടിച്ചു പോയി എന്ന് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ ഈ ഫാന് വൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 750 റുപ്യ കേട്ടോ.